മലയാള സിനിമ പുതിയ ഉയരങ്ങൾ കീഴടക്കുമ്പോൾ തമിഴകം പക്ഷേ ഇക്കൊല്ലം അല്പം പരുങ്ങലിലാണ്. കഴിഞ്ഞ വർഷം മോളിവുഡിൽ കൂടുതലും പരാജയ സിനിമകളായിരുന്നുവെങ്കിലും ഈ വർഷം അതായത് 2024 മലയാള സിനിമയുടെ സുവർണ കാലഘട്ടമാണ്. ഫെബ്രുവരി മുതൽ ഇങ്ങോട്ട് ഇതുവരെ തിയേറ്ററിൽ എത്തിയ മിക്ക മലയാള സിനിമകളും തിയേറ്ററിൽ സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ പ്രേമലു, മഞ്ഞുമൽ ബോയ്സ്, ആടുജീവിതം എന്നീ ചിത്രങ്ങൾ തമിഴകത്തും തെലുങ്കിലുമൊക്കെ കുതിപ്പ് തുടരുകയാണ്. 100 കോടിയും കടന്ന മലയാള സിനിമകൾ തമിഴകത്ത് ഗംഭീര വിജയം നേടുമ്പോൾ കോളിവുഡ് സിനിമകൾ പക്ഷെ ഒന്നിനു പിന്നാലെ ഒന്നായി തിയേറ്ററിൽ ഫ്ലോപ്പ് ആവുകയാണ്. ജനുവരി മുതൽ മാർച്ച് വരെ 68 തമിഴ് സിനിമകളാണ് തിയേറ്ററിലെത്തിയത്. എന്നാൽ ഇതിൽ ഹിറ്റ് നേട്ടത്തിലേക്ക് എത്താൻ കഴിഞ്ഞത് ധനുഷിന്റെ ക്യാപ്റ്റൻ മില്ലർ എന്ന ചിത്രത്തിന് മാത്രമാണ്. ക്യാപ്റ്റൻ മില്ലർ ഏകദേശം 100 കോടിക്കടുത്ത് കളക്ഷൻ നേടിയിരുന്നു. ശിവകാർത്തികേയൻ നായകനായ അയലാൻ എന്ന പൊങ്കൽ ചിത്രവും സാമാന്യം ഭേദപ്പെട്ട വിജയം നേടിയ ചിത്രമായിരുന്നു. ക്യാപ്റ്റൻ മില്ലർ ആണ് ഈ വർഷം തമിഴിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രം. 104.79 കോടി രൂപയാണ് ക്യാപ്റ്റൻ മില്ലർ ബോക്സ് ഓഫീസിൽ നിന്നും നേടിയത്. 90 കോടി രൂപയാണ് അയലാൻ തിയേറ്ററിൽ നിന്നും നേടിയത്. ക്യാപ്റ്റൻ മില്ലറും അയലാനും അല്ലാതെ മറ്റൊരു തമിഴ് ചിത്രത്തിനും 50 കോടി ക്ലബിൽ പോലും ഇടം നേടാനായില്ല. ഇതുവരെ റിലീസ് ചെയ്ത 68 സിനിമകളിൽ 66 ചിത്രങ്ങളും ഫ്ലോപ്പുകളായി മാറി. അതേസമയം മഞ്ഞുമൽ ബോയ്സ് തമിഴ് ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം 62.25 കോടി രൂപയാണ് കളക്ട് ചെയ്തത്. 10 കോടി രൂപയാണ് പ്രേമലു തമിഴകത്തു നിന്നും നേടിയത്. ഈ മലയാള ചിത്രങ്ങളാണ് തമിഴ്നാട്ടിലെ തിയേറ്റർ ഉടമകളെ തകർച്ചയിലേക്ക് പോകാതെ പിടിച്ചു നിർത്തിയത്. മാർച്ച് 28-ന് റിലീസ് ചെയ്ത ആടുജീവിതം ദിവസങ്ങൾക്കുള്ളിൽ തന്നെ 6 കോടിക്ക് മുകളിൽ തമിഴ് ബോക്സ് ഓഫീസിൽ നിന്നും നേടിക്കഴിഞ്ഞു. പൊങ്കൽ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാനായി മകൾ ഐശ്വര്യയുടെ സംവിധാനത്തിൽ രജനീകാന്തിനെ ക്യാമിയോ റോളിൽ അവതരിപ്പിച്ച ലാൽ സലാം എന്ന ചിത്രം റിലീസ് ചെയ്തിരുന്നു. എന്നാൽ ഈ സിനിമ രജനീകാന്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ഫ്ലോപ്പുകളിൽ ഒന്നായി മാറി. 90 കോടി ബജറ്റിൽ ഒരുക്കിയ ചിത്രത്തിന് ആകെ നേടാനായത് 36.1 കോടി രൂപ മാത്രമാണ്. ഇനി വരാനിരിക്കുന്ന തമിഴ് സിനിമകൾക്കായാണ് ബോക്സ് ഓഫീസ് കാത്തിരിക്കുന്നത്. ഇതിൽ കമൽഹാസൻ ചിത്രം ഇന്ത്യൻ 2 ആണ് ഏറെ പ്രതീക്ഷ തരുന്ന സിനിമ. ജൂണിലാണ് ചിത്രത്തിന്റെ റിലീസ്. കൂടാതെ സൂര്യ ചിത്രം കങ്കുവ, വിക്രമിന്റെ തങ്കലാൻ, ധ്രുവ നക്ഷത്രം, വിജയുടെ ദ ഗോഡ്, അജിത് ചിത്രം വിടാമുയർച്ചി, രജനിയുടെ വേട്ടയാൻ എന്നീ സിനിമകൾ വരും മാസങ്ങളിൽ ബോക്സ് ഓഫീസിൽ അത്ഭുതം സൃഷ്ടിക്കുമെന്നാണ് പ്രതീക്ഷകൾ.